എൻ്റെ ഗുരുനാഥന്റെ പേര് തന്നെയാണ് ശ്രീ ഇന്നസെന്റിന്റെ പേരിലാണ് ഹാസ്യം എന്നുള്ള അവാർഡ് നമ്മൾ നൽകുന്ന. അമ്മയുടെ ഏറ്റവും കൂടുതൽ കാലത്ത് 18 വർഷം അമ്മയുടെ പ്രസിഡന്റായിരുന്ന ആൾ കൂടിയാണ്. ഏതായാലും അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് പ്രിയങ്കയെ തന്നെ ക്ഷണിക്കുകയാണ്. അല്ല, നിങ്ങൾ അവിടെ നിൽക്കുന്ന കൗണ്ടർ പ്ലേസ് നമുക്ക് ഇപ്പോൾ തുറക്കരുത്, ക്ലോസ് ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് നമ്മളുമായിട്ട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നമ്മുടെ ഗസ്റ്റുകൾ ഉൾപ്പെടെ നിങ്ങൾ ഇവിടെ ഒന്നിരിക്കും. നമ്മൾ ഇനി ഒന്ന് പ്രഖ്യാപനം കാണുമെന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി ആണ്. അപ്പൊ നമ്മളോട് അങ്ങനെ നിൽക്കുക എന്നുള്ളത് നമ്മളത് ഇത് കഴിഞ്ഞിട്ടാണ്. ഒന്ന് സഹകരിക്കും പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഹൈദരലി ഇങ്ങനെ വലിയൊരു ചടങ്ങ് നടത്തുന്നതിൽ നമ്മളൊക്കെ വിളിച്ചൊരു വളരെ സന്തോഷം. അലിയെ എനിക്ക് കുറേ നാൾ മുമ്പ് തന്നെ അറിയാം. ഒരു ചെറിയപ്പോൾ എന്താറിയോ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വെള്ളം പോലും കഴിക്കാതെ ഞാൻ ആദ്യമായിട്ടാണ് അടിക്കാതെ നിന്ന് ആടി നിന്ന് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കഴിവും കൂടെ എന്തായാലും അലിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അലി ഞാനും അലിയും കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇതിന് വരുന്നതിന് മുമ്പ്. അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്, ഒരു കുടുംബ സുഹൃത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വലിയൊരു ചടങ്ങ് ഇതുപോലെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അലിക്ക് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചതിന് വളരെ സന്തോഷം. ഇതിലേക്ക് നെടുതുണ്ടായി നമ്മളൊക്കെ ഭാവിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി. ഞാൻ അമ്മയിൽ വന്നത് 30 വർഷമാണ്. ഭാവിച്ചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ ഇത്രയും വർഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജും ടിനിയും കൈലാഷും എല്ലാവരും കൂടി ഇപ്പോൾ അമ്മയിലെ നെടുതുണ്ടായി തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരും ശക്തമായ മുന്നേറ്റം തന്നെയാണ് അമ്മയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാവിധ എന്ത് കാര്യങ്ങൾക്കും നമ്മളും കൂടെ ഉണ്ടാവും. എന്തായാലും ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യുകയാണ്. ഹാസ്യനടൻ, മികച്ച ഹാസ്യനടൻ ഷറഫുദ്ദീൻ പടക്കളം, സുരാജ് വെഞ്ഞാറമൂട് പടക്കളം, സംഗീത് പ്രതാപ് ഹൃദയപൂർവം, ചന്ദ്രു സലീം കുമാർ ലോകം, ലാൽ ഓടുകുതിര ചാനകുതിര. അടുത്ത ഒരു അവാർഡ് കൂടി പ്രിയങ്ക പ്രഖ്യാപിക്കും. ഗായകന്റെ അവാർഡാണ്. ഗായകൻ ഏറ്റവും മികച്ച ഗായകന് നമ്മൾ നാമകരണം ചെയ്തിട്ട് പി ജയചന്ദ്രന്റെ പേരാണ്. നമ്മൾ എന്നിട്ട് ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ് ജയേട്ടനും ഇന്നസെന്റും ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. അതൊരു പ്രഖ്യാപിക്കുക എനിക്കും ഭാഗ്യമുണ്ടായി. എനിക്കും അതുപോലെ തന്നെ വലിയൊരു ഭാഗ്യമാണ് രണ്ടുപേരും അവാർഡാണ് പ്രഖ്യാപിക്കുന്നത്. നോമിനേഷൻ മികച്ച ഗായകൻ സിദ്ധ് ശ്രീറാം മിന്നൽവള നരിവേട്ട, എൻ ജി ശ്രീകുമാർ കൺമണി പൂവേ തുടരും, ശ്രീഹരി കെ നായർ തക്കത്തിലെ അഭിലാഷം, ഗോകുൽ ഗോപകുമാർ മില്യോരം തുടരും, സായ് അഭ്യശങ്കർ ജാലക്കാരി. Thank you very much, Priyanka Shashi. And moving to the next. അടുത്തത് നമ്മൾ ഗായികയുടെ അവാർഡാണ്.